Hello guys, welcome back to Heaven's Kitchen. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ഒരു പനീർ സ്വീറ്റ് റെസിപ്പി. പനീർ കൊണ്ടുള്ള ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി. നമുക്ക് വേഗം തന്നെ ഇത് ഉണ്ടാക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ സ്വീറ്റ്, അതായത് കലാകാന്ത്, പനീർ കൊണ്ടുള്ള നമ്മുടെ കലാകാന്ത് എന്ന സ്വീറ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഈ കലാകാന്ത് ഉണ്ടാക്കുന്നത് പോയി നോക്കിയിട്ട് വരാം അല്ലേ. ഞാനിവിടെ ഇപ്പോൾ ഒരു 3 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കലാകാന്ത് ഉണ്ടാക്കാൻ ആദ്യം തന്നെ വേണ്ടത് പനീറാണ്. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് പാലിൽ തന്നെ പനീർ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് പനീറോ അല്ലെങ്കിൽ ഫ്രോസൺ പനീറോ വാങ്ങിക്കാൻ കിട്ടും. അത് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് തന്നെ പനീർ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കലാകാന്ത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ 3 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് ലൈം ജ്യൂസ് ഒഴിച്ചിട്ട് നമുക്ക് പനീർ ഉണ്ടാക്കാം. അപ്പോൾ പനീർ ഉണ്ടാക്കാൻ എല്ലാവർക്കും തന്നെ അറിയായിരിക്കുമല്ലോ. അറിയാത്തവരങ്ങനെ ആരും ഉണ്ടാവില്ല. എന്നാലും ഞാൻ ജസ്റ്റ് സ്പീഡിലൊന്ന് നമ്മൾ പനീർ ഉണ്ടാക്കുന്ന പ്രൊസീജിയർ ഒന്ന് കാണിക്കാം. നന്നായി പാല് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2.5-3 ടേബിൾ സ്പൂണിനുള്ളിൽ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ഒഴിക്കുകയാണ്. നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ബാക്കി കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇതപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാ ഗ്രാനുൾസ് ആയിട്ട് മാറിയിട്ടുണ്ട്. പാലിലെ വെള്ളം പനീറും സെപ്പറേറ്റ് ആവുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആവട്ടെ. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നല്ലൊരു അരിപ്പയിൽ തുണിയൊക്കെ വെച്ചിട്ട് അരിച്ചെടുക്കാം. നമുക്ക് അത് ഒരു 2-3 വട്ടം നല്ല പച്ചവെള്ളം കൂടി ഒഴിച്ച് അരിച്ചെടുക്കണം. എന്തിനാ വെച്ചാൽ നമ്മുടെ പനീറിൽ ഇപ്പോൾ ലൈമിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കത് അരിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നമ്മളിപ്പോൾ ഇത് പനീർ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് പനീറൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടവർക്ക് ഒരു 4 അല്ലെങ്കിൽ 5, 6 കപ്പ് പാലെടുക്കാം. അപ്പം നമ്മൾ കുറച്ചുണ്ടാക്കണുള്ളൂ. അതുകൊണ്ടാണ് 3 കപ്പ് പാലെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പനീർ നല്ലോണം പച്ചവെള്ളത്തിൽ കഴുകി, അതായത് ലൈമിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ഇതിലെ ലൈം എല്ലാം കളഞ്ഞ് ഫ്രഷാക്കി നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് വേറൊരു കപ്പിൽ. അപ്പം നമ്മൾ അതേ പാത്രത്തിൽ പിന്നെയും ഒരു 3 കപ്പ് പാലെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇതെടുക്കുമ്പോൾ ഫുൾ ക്രീം അല്ലെങ്കിൽ നല്ല കട്ടി പാലെടുക്കണം എപ്പോഴും. അതായത് ലോ ഫാറ്റ് മിൽക്കൊന്നും എടുക്കരുത്. കാരണം ലോ ഫാറ്റ് മിൽക്ക് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായാലും പനീറൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നെയും 3 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് നന്നായി ചൂടാക്കി തിളപ്പിച്ച് ഒന്ന് റെഡ്യൂസ് ചെയ്യിക്കണം. അതായത് ഒരു 2 കപ്പ് പാലിലേക്ക് ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്യിക്കണം. അതിനുശേഷം നമുക്ക് ഈ പനീർ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രഷ് ആയിട്ട് പനീർ ഇത് അതേപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഇപ്പോൾ മുതലുള്ള ഈ സ്റ്റെപ്പ് പോലെ ഫ്രഷ് പനീറോ അല്ലെങ്കിൽ ഫ്രോസൺ പനീറോ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പാല് ഞാൻ എടുക്കേണ്ട സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് ഈ പനീറിൽ തന്നെ മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ പഞ്ചസാര, ഏതാണ് നിങ്ങളുടെ ചോയ്സ് എന്ന് വെച്ചാൽ അങ്ങനെ പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇട്ടിട്ടും കുറച്ച് കാർഡമം പൗഡർ ഇട്ടിട്ടും എന്താ പറയുക എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കണ പോലെ നമ്മളെല്ലാം മിക്സ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തിട്ടും ചെയ്യുന്നവരുണ്ട്. ഭയങ്കര ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വെച്ചാൽ ഈ ഒരു റിച്ച്നെസ്സും ടേസ്റ്റോ കിട്ടില്ല. അതിനൊരു വേറെ ടേസ്റ്റ് ആയിരുന്നു. ഫ്രോസൺ പനീർ കൂടി എടുക്കുമ്പോൾ പരമാവധി ആ വക ഫ്രോസൺ പനീർ ഒന്നും എടുത്തിട്ട് ചെയ്യാതിരിക്കുക. ഫ്രഷ് പനീർ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ ഫ്രോസൺ പനീറൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുള്ളവർക്കാണെങ്കിൽ, ഇൻസ്റ്റന്റ് ആയിട്ട് കലാകാന്ത് ഉണ്ടാക്കണം എന്നുള്ളവർക്കാണെങ്കിൽ അതാണ് ഒരു ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ പാല് ഇതാ ഒരു 1.25-2 കപ്പിന് ഇടയിലൊക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ പനീർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഇനി നമുക്ക് പാലൊന്നും അങ്ങനെ പറ്റിച്ച് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ആദ്യം പനീർ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും രണ്ടാമത് പാലെടുക്കുമ്പോഴാണെങ്കിലും അടി പിടിക്കാതെ നല്ലോണം ശ്രദ്ധിച്ചോണം. എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഹൈ ഫ്ലെയിമിലേക്ക് ഇടരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ചെയ്യാൻ. ഇത് ഇത്തിരി വലിയ ബർണറാണ്. ഇതിൽ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ അത്യാവശ്യം ഹീറ്റ് ഉണ്ട്. അപ്പോൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം എന്നുള്ളത് ഒരു പണി തന്നെയാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിച്ച് പോകും. ലോ ഫ്ലെയിമിൽ നമ്മൾ ഇടുമ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, നമ്മുടെ മിൽക്ക് കേക്കും ഈ കലാകാന്തും സെയിം അല്ലേ എന്നുള്ളത്.
ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ സെയിം തന്നെയാണ്. കാരണം പനീർ പോലെ തന്നെ നമ്മൾ ലൈം ജ്യൂസ് ഒഴിച്ച് ഒന്ന് ചെറുതായി പിരിച്ചിട്ടാണ് നമ്മൾ പഞ്ചസാര ഇതൊക്കെ തന്നെയാണ് ഇടേണ്ടത്. പക്ഷെ മിൽക്ക് കേക്കിൽ നമ്മൾ കണ്ടമാനം നെയ്യിടും ലാസ്റ്റിൽ. പക്ഷെ നമ്മളിതിൽ നെയ്യ് എന്ന് പറഞ്ഞൊരു സംഭവം ഇടണേ ഇല്ല. അപ്പോൾ അതിൻ്റെതായ നല്ലൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ പനീർ സെപ്പറേറ്റ് ചെയ്ത് പനീർ എക്സ്ട്രാ എടുത്ത് ഇട്ടിട്ടൊന്നുമല്ല. ഇത് ശരിക്കും പനീറിന്റെ ഒരു സ്വീറ്റ് തന്നെയാണ് പറയാം. ഇതിന്റെ ഒരു റിച്ച്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാല് റെഡ്യൂസ് ചെയ്ത് പനീറൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി കുറുക്കിയെടുക്കുന്നത്. ഞാൻ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പനീർ ഡയറക്റ്റ് ഇട്ടിട്ട് അതിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ഇട്ട് നമുക്ക് കുറുക്കിയെടുക്കാം. അപ്പോൾ മിൽക്ക് കേക്കും കലാകാന്തും ഡിഫറെന്റ് തന്നെയാണ് ടേസ്റ്റിലും. പറഞ്ഞ പോലെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇതേ സെയിം ഇൻഗ്രീഡിയൻസ് സെയിം സാധനങ്ങളൊക്കെ ആണെങ്കിലും രണ്ട് വേണം. അങ്ങനെ ഇപ്പം നമ്മുടെ പാലൊക്കെ വറ്റി നല്ലോണം കുറുകിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതൊരു അത്യാവശ്യം മധുരം ഉണ്ടാവും 1/2 കപ്പ് എടുക്കുമ്പോൾ. നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ആക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് തികച്ചിട്ടിട്ടില്ല, ഒരു കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് മധുരം നോക്കാം. എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മധുരം നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ അപ്പം നിർത്തുക. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറഞ്ഞിരിക്കുന്നു പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഇട്ട് കൊടുത്ത് ഓക്കെ ആണോ നോക്കിയിട്ട് നിർത്താം. അല്ലെങ്കിൽ 1/2 കപ്പ് മൊത്തം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത പഞ്ചസാരയൊക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മധുരം ഒന്ന് നോക്കാം. എനിക്ക് മധുരം ഓക്കെയാണ്. അപ്പം നമ്മൾ നോക്കുമ്പം 1/2 കപ്പ് തികച്ചെടുത്തിട്ടില്ല. 1/4 കപ്പിനായിട്ട് കുറച്ച് കൂടുതലും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ച് നിങ്ങൾ തന്നെ നോക്കിയെടുക്കുക. 1/2 കപ്പ് തികച്ചെടുത്തിട്ടില്ല കേട്ടോ. അത്യാവശ്യം അതുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു പനീറിന്റെ ടേസ്റ്റ് നല്ലോണം വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മിൽക്ക് കേക്കിനെ പോലെയല്ല, ഇത് കറക്റ്റ് ഒരു പനീറിന്റെ ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. അപ്പോൾ പനീർ മധുരത്തിലിട്ട് ആ ഒരു എന്താ പറയാ, പാലും പഞ്ചസാരയിട്ട് നമ്മൾ പാഡ് ഉണ്ടാക്കണ പോലെ തന്നെ പനീർ പഞ്ചസാരയിട്ട് നമ്മളൊരു പാഡ് ഉണ്ടാക്കുകയാണ് ശരിക്കും. ഓക്കെ, നമുക്കിത് നല്ലോണം ഒന്നുകൂടി കുറുക്കിയെടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഹൈ ഫ്ലെയിമിലേക്കോ മീഡിയം ഫ്ലെയിമിലേക്കോ ഒന്നും മാറ്റിയിട്ടില്ല എത്ര നേരമായിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുറുക്കിയെടുത്താൽ മതി. കാരണം മിൽക്ക് കേക്ക് എന്ന് പറയുമ്പോൾ എന്താ ആ കളർ നമ്മൾ ചേഞ്ച് ആവുന്നുണ്ട്. ഒരു വൈറ്റിഷ് അല്ല, ഒരു ബ്രൗണിഷ് കളറിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പക്ഷെ ഇത് ഒരു ചെറിയൊരു വൈറ്റ് നിലനിർത്തുന്നതുകൊണ്ട് തന്നെ നമ്മൾ അടി പിടിക്കാതെയും നോക്കണം. അപ്പോൾ തന്നെ മറ്റൊരു കളർ ചേഞ്ചിലേക്ക് ആവാതെയും നോക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ. നമ്മുടെ കലാകാന്ത് ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാ പാലും പഞ്ചസാരയൊക്കെ നല്ലോണം അലിഞ്ഞ് ചേർന്ന് പാലൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇതാ നമ്മളെ പനീറിന്റെ ആ ഒരു ടെക്സ്ചറിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. എല്ലാം വറ്റിയിട്ട് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. വെള്ളം, അതായത് ഇതിലത്തെ പാലും വെള്ളവും ഒക്കെ എല്ലാം വറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാർഡമം പൗഡർ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ തികച്ചെടുത്തിട്ടില്ല കേട്ടോ, അതിലും കുറച്ച് കുറവാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കലാകാന്ത് സെറ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്. ഒരു ഉണ്ട പരുവത്തിലേക്ക് ആക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ലെവലിൽ എത്തിയതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പം നമ്മളിത് ഇവിടെ വേറെ ഒരു പാത്രം എടുത്തിരിക്കുന്നുണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചെയ്താ മനസ്സിലാവുണ്ടോ എന്ന് അറിഞ്ഞൂടാ, ജസ്റ്റ് ഒന്ന് നെയ്യ് പരട്ടിയിട്ടുണ്ട്, അതായത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ പാത്രത്തിലേക്കാണ് നമ്മൾ നമ്മുടെ കലാകാന്ത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കലാകാന്ത് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ടിൽ തന്നെ വേണമെന്നില്ല, എന്താ പറയുക സ്ക്വയറിലോ അല്ലെങ്കിൽ ചെറിയ കപ്പിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. പിസ്തയും ആൽമണ്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നോർമലി അത് തന്നെയാണ് എടുക്കാറ്, അല്ലെങ്കിൽ ക്യാഷ് എടുക്കാം, എന്താ പറയുക ആൽമണ്ടിന് പകരം. അങ്ങനെ ഇതാ നമ്മുടെ കലാകാന്ത് റെഡി ആയിട്ടുണ്ട്. സംഭവം ചെറിയ സ്റ്റെപ്സ് ആണ്, പക്ഷെ ഈ പറഞ്ഞ പോലെ ലോ ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്യണ കാരണം കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. എന്നാലും അധികമൊന്നുമല്ല. എനിക്കിതിപ്പോൾ മൊത്തത്തിൽ ഒരു 1 മണിക്കൂർ എടുത്തിട്ടുണ്ട് മൊത്തം പ്രൊസീജിയറിന്റെ. അതാണ് കുഴപ്പമില്ല. പക്ഷെ എന്താ നല്ലൊരു അടിപൊളി സാധനം കിട്ടിയില്ലേ.
അങ്ങനെ നമ്മുടെ കലാകാന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുറച്ച് ടൈം എടുക്കും എന്ന് തന്നെയുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് പനീർ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ ഫ്രോസനോ അല്ലെങ്കിൽ ഫ്രഷ് പനീർ വാങ്ങിച്ചിട്ടും അപ്പോൾ ഈ ടൈം ഇഷ്യൂ ഇല്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്ന് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലേ, പനീർ ജസ്റ്റ് ഒന്ന് കുറുകുന്നു, പഞ്ചസാര ഇട്ട് ഒന്ന് കുറുക്കിയെടുത്ത് വേഗം ഉണ്ടാക്കാം. അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കലാകാന്ത്. പക്ഷെ അതിന് ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. പാലിൽ നമ്മൾ എന്താ പറയുക ഫ്രഷ് ആയിട്ട് പനീർ ഉണ്ടാക്കി പാലിൽ പിന്നെ കുറുക്കിയെടുത്ത് ഉണ്ടാക്കണം, ആ ഒരു ടേസ്റ്റ് എന്തായാലും അതിന് കിട്ടില്ല എന്നുള്ളൂ. പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ കലാകാന്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ സെറ്റ് ചെയ്യുമ്പോൾ റൗണ്ടിൽ സെറ്റ് ചെയ്യണമെന്നില്ല, സ്ക്വയറിൽ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ സെറ്റ് ചെയ്യാം, കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റണം. അപ്പം ഞാൻ ഇങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്, കാരണം വളരെ കുറച്ചുണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്തൊന്നും മാറ്റി വെച്ച് ഞാൻ എടുക്കുന്നില്ല. കലാകാന്ത് സ്വീറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്താൻ കൂടി മറക്കരുത്. അതിൽ ഓൾ എന്ന ബട്ടൺ വേണം അമർത്താൻ. അപ്പോൾ നമുക്കിതുപോലെ ഒരു കിടക്കാഴ്ചയായിട്ട് അല്ലെങ്കിൽ ബ്ലോഗായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്മൈൽ ഓൾവേസ് ടേക്ക് കെയർ. ബൈ ബൈ.